സൗത്ത് കൊറിയൻ ഗവൺമെന്റ് സ്കാംഡ് BTS. Is it true or false? ഈ ന്യൂസിന്റെ സത്യം എന്താണ്? ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം ആർമീസിന്റെ ഇടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ പറ്റിയാണ്. ഈ ന്യൂസ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ BTS 2022 ഒരു കോൺസേർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ബുസാൻ വേഡെക് സോബിറ്റ് BTSന് 7 മില്യൺ KRW അന്ന് കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ ദക്ഷിണ കൊറിയൻ ഗവൺമെന്റ് അവരെ സ്കാം ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇതുപോലുള്ള ന്യൂസിനെല്ലാം തുടക്കമിട്ടത് കൊറിയൻ മാധ്യമങ്ങൾ തന്നെയാണ്. അവരാണ് ഇതിന്റെ ഒരുപാട് ന്യൂസുകളും ഇൻഫർമേഷനും ഷെയർ ചെയ്തത്. ഈ മീഡിയാസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അന്ന് 2022 അവതരിപ്പിച്ച ഫ്രീ കോൺസേർട്ടിന്റെ ഉത്തരവാദിത്തം എല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും BTSനെ കൊണ്ട് തന്നെ ചെലവുകളും കോൺസേർട്ട് ഓർഗനൈസേഷനും എല്ലാം BTSനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം ഇതൊരു BTSന്റെ ഫ്രീ കോൺസേർട്ട് ആയിരുന്നു. അതിനാൽ ഒരുപാട് ആളുകൾ കാണാനെത്തും. ഒരു മാസ് ഇവന്റ് നടത്താനുള്ള ഒരു വേദി ആയിരുന്നില്ല സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. അതിനാൽ BTS തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുതിയ ഒരു വേദി ഇതിനായി കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ അതിന്റെ മുഴുവൻ ചെലവുകളും BTSന് തന്നെയായിരുന്നു. ഇതായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് സത്യമാണെന്ന് കാണിക്കാനുള്ള വേറൊരു ഇവന്റും നമുക്ക് നോക്കാം. നാഷണൽ ഇവന്റിന്റെ സമയത്ത് 2023 ഗവൺമെന്റ് ഓഫീഷ്യൽസ് BTSന് ഒരു പെർഫോമൻസ് നടത്തുന്നതിന്റെ ഉള്ള കാര്യങ്ങളെല്ലാം നടപടിയാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ മിലിറ്ററി എൻലിസ്റ്റ്മെന്റിന്റെ ഇടയിലായിരുന്നു ഇത്. എന്നാൽ ഈ തീരുമാനത്തെ ഹൈബ് ഡെനി ചെയ്യുകയായിരുന്നു. എന്തായിരിക്കും അതിന് കാരണം? മിലിറ്ററി എൻലിസ്റ്റ്മെന്റിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മിലിറ്ററി സർവീസ് ടീംസിലുള്ളവർക്കോ ഒരിക്കലും ഇതുപോലുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അഥവാ ചെയ്യാൻ പറ്റുകയാണെങ്കിലും അവർക്ക് ഒരിക്കലും ഒരു കോമ്പൻസേഷനും കിട്ടത്തില്ല. സോ BTS ഈ നാഷണൽ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുകയാണെങ്കിലും ഇവർക്ക് ഒരു ലാഭവും ലഭിക്കുന്നതല്ല. ഇതിന് കാരണം സൗത്ത് കൊറിയയിലെ എക്സിസ്റ്റിംഗ് റൂളാണ്. അതായത് ഒരു സോൾജിയർ മിലിറ്ററിയിൽ സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് ഒരു ഇൻകവും ലഭിക്കുന്നതല്ല. മിലിറ്ററിയിൽ നിന്നുള്ള ഇൻകം മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 2023 നാഷണൽ ഇവന്റിൽ ഗവൺമെന്റ് ഓഫീഷ്യൽസ് തീരുമാനിച്ചതുപോലെ BTS പെർഫോം ചെയ്തിരുന്നെങ്കിലും BTSന് ഒരു ലാഭവും ലഭിക്കത്തില്ലായിരുന്നു. ഒപ്പം ഹൈബിനും ലാഭമൊന്നും ലഭിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹൈബ ഓഫർ ഡെനി ചെയ്തത്. 2022 BTSന്റെ ഫ്രീ കോൺസേർട്ടിന് ഗവൺമെന്റ് സ്കാം ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ ഇറങ്ങുമ്പോഴും 2023 ഇവർ ഗവൺമെന്റ് ഓഫീഷ്യൽസ് പറഞ്ഞതുപോലെ പെർഫോം ചെയ്തിരുന്നെങ്കിൽ അതും ഒരു സ്കാം ആയി മാറത്തില്ലായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് ആർമീസ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിന്റെ ഒരുപാട് കൺഫർമേഷൻസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ആർമീസ്.